ഓൺലൈൻ പർച്ചേസുകൾ മുതൽ ആശുപത്രി ചെലവുകൾക്ക് വരെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന ക്രെഡിറ്റ് കാർഡുകളാണോ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള 5 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വാർഷിക ഫീസും അധിക ചാർജുകളും. അധിക ചെലവ് ഒഴിവാക്കാൻ വാർഷിക ഫീസ് ഇല്ലാതെയോ കുറഞ്ഞ വാർഷിക ഫീസിലോ വരുന്ന ക്രെഡിറ്റ് കാർഡുകൾക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്നതും അധികവുമായ ചാർജുകളും കൃത്യമായ അവലോകനവും ചെയ്യണം. ഉദാഹരണത്തിന് പിൻവലിക്കൽ ഫീസ്, സ്റ്റേറ്റ്മെന്റ് ഫീസ് തുടങ്ങിയവയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. 2. പലിശ നിരക്ക്. വാർഷിക ശതമാന നിരക്ക് അഥവാ APR ഒരു നിർണായക ഘടകമാണ്. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ സുതാര്യമാകുമ്പോഴും ക്രെഡിറ്റ് കാർഡ് ദാതാക്കൾക്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറുമായോ കസ്റ്റമർ എക്സിക്യൂട്ടീവുമായോ തുറന്നു സംസാരിക്കുകയും കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും വേണം. 3. ഉപയോക്തൃ സൗഹൃദമായ സിസ്റ്റം. സുതാര്യവും സമയാധിഷ്ഠിതവുമായ പിന്തുണ ഉറപ്പുതരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. 4. റിവാർഡുകൾ. ക്രെഡിറ്റ് കാർഡുകളെ മറ്റ് സാമ്പത്തിക ഉപകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് റിവാർഡ് സിസ്റ്റമാണ്. ക്യാഷ് ബാക്കുകളായും തിരഞ്ഞെടുത്ത സേവനങ്ങൾക്ക് കിഴിവുകളായും എയർപോർട്ട് ലോഞ്ച് ആക്സസുമായൊക്കെ ലഭിക്കുന്ന റിവാർഡുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായിച്ചേക്കാം. 5. അടവുകൾ. കുറഞ്ഞ പലിശ നിരക്കിൽ എളുപ്പത്തിലുള്ള പ്രതിമാസ തിരിച്ചടവ് തവണകൾ വാഗ്ദാനം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുന്നതും വിവേകപൂർണ്ണമാണ്. ഇത് പ്രതിമാസ ബജറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ അപ്രതീക്ഷിത ചെലവുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കും മുൻപ് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്.